ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1868. ഇന്ന് ഫെബ്രുവരി മാസം 10-ാം തീയതി, ഈ ആണ്ടിലെ 41-ാമത്തെ ദിവസത്തിലെത്തി. 3 നോമ്പിന്റെ ആരംഭ ദിനമാണ്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? എന്താണെന്നല്ലേ, യോന എന്ന് പറയുന്ന പ്രവാചകനെ കാര്യമായൊന്ന് കുറ്റപ്പെടുത്താനായിട്ട്, വിധിക്കാനായിട്ട്, എതിരെ എന്തൊക്കെ ആരോപണങ്ങൾ, വെറും ആരോപണങ്ങളൊന്നുമല്ല, വിശുദ്ധ വേദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ഉന്നയിക്കാൻ പറ്റും. എന്നാൽ ഇത്തവണ അതെല്ലാം വിട്ട് മറ്റൊരു വഴിക്കൊന്നും തിരിഞ്ഞാലോ? യേശു കാര്യമായിട്ട് ഓർത്തെടുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് യോനായുടെ. തന്റെ മരണവും തന്റെ ഉയർപ്പും, അതിനിടയിൽ ഒരു 3 ദിവസവുമൊക്കെ ഒന്ന് വേദനയോടെ, കുറച്ചധികം വേവലാതികളോടെ ഓർത്തപ്പോൾ യോനായെ പരാമർശിച്ചിട്ടുണ്ട്. മത്സ്യത്തിന്റെ ഉള്ളില് യോന എങ്ങനെയാണോ 3 രാവും പകലും കഴിഞ്ഞത്, അതുപോലെയായിരിക്കും മനുഷ്യപുത്രനും എന്ന് യോനായെ ഓർത്ത ക്രിസ്തുയേശു നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു സന്ദർഭം മാത്രമല്ല. അതുകൊണ്ട് തന്നെ കുറെ കൂടി ആദരവോടെ, കുറെ കൂടി അനുഭാവത്തോടുകൂടി ഈ മനുഷ്യന്റെ ജീവിതത്തെ നോക്കിക്കാണേണ്ടതാണ്. രണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒന്ന് തിരിക്കാം. ഏതൊരാളുടെയും ജീവിതത്തെ അങ്ങനെ തിരിക്കേണ്ടതാണ്. പക്ഷെ നമുക്കൊക്കെ ആ രണ്ടാമത്തെ തരത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഒന്ന് രണ്ടായി തിരിക്കാൻ പോലും പറ്റാതെ പോകുന്നത്. ഒന്ന് പ്രവാചകനാകുന്നതിന് മുമ്പുള്ളൊരു ജീവിതം, പിന്നെ പ്രവാചകനായി തുടർന്നുള്ള ജീവിതം. നമുക്കതില്ല കേട്ടോ. ദൈവത്തെ അറിഞ്ഞതു മുതലുള്ള ഒരു വ്യത്യസ്ത ജീവിതം നമുക്കുണ്ടോ? അറിയില്ല. എന്തായാലും അവനവന്റെ ഉടമസ്ഥനാരാണ്, ഉടയവനാരാണ്, അയാൾ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നിയോഗങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരാളാണ് ഞാൻ. അതും ഈ ഭൂമിയിലെ ചെറുജീവിതം തീരുന്നതിന് മുമ്പ്. അങ്ങനെ അവനവനെ കുറിച്ച്, അവനവന്റെ പരിസരത്തെക്കുറിച്ച്, ഉടയവനെക്കുറിച്ച്, ഉടയവൻ ഭരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും കുറെ കൂടി ഒരു പ്രകാശം കിട്ടിയിരുന്നെങ്കിൽ, ധാരണ രൂപപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്റെ ജീവിതം. അതൊന്ന് ഓർക്കാനായിട്ട് 3 നോമ്പിന്റെ 1-ാം ദിവസം ഒന്ന് പ്രയോജനപ്പെടുത്തിയാലോ? അതെ, ഉടയവന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്, എന്നെ ഭരമേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്. അങ്ങനെ എന്നെക്കുറിച്ചും എന്റെ പരിസരത്തെക്കുറിച്ചും എന്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുമൊക്കെ കുറെ കൂടി ഒരു വ്യക്തത, ധാരണ, പ്രകാശം ഞാൻ രൂപപ്പെടുത്തും. അങ്ങനെ എന്റെ നിശ്ചയത്തിലേക്ക് ഈ ചെറു ജീവിതത്തെ ഞാൻ കൊണ്ടെത്തിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.